ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം എങ്ങനെ കിട്ടുന്നുവെന്ന് കോടതി ചോദിച്ചു. പൊതുജനത്തിനും ഈ സംശയമുണ്ടെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി. കുറ്റപത്രം വൈകുന്നതിനാലാണ് പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, ഇക്കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണം എന്താണ്? വിമർശനങ്ങൾ എന്താണ്? രാജേഷ്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നടപടിക്രമങ്ങൾ കാണുമ്പോൾ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചതനുസരിച്ച് SIT അന്വേഷണം പുരോഗമിക്കുമ്പോഴും സിംഗിൾ ബെഞ്ചിന്റെ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ, അതായത് ജാമ്യ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിന്റെ വിമർശനങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ശങ്കർദാസ് പോലും ജയിലിലേക്ക് പോകേണ്ടി വന്നത്. അതല്ലെങ്കിൽ ആശുപത്രിയിൽ തുടങ്ങിയായിരുന്നു. പക്ഷേ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോയൊക്കെ കാണിച്ച് തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചു. എങ്കിലും കോടതി ശക്തമായ നിലപാടെടുത്ത് മെഡിക്കൽ ബോർഡ് അന്വേഷിച്ച് കൊണ്ടുവരണം, അതിന്റെ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞപ്പോഴാണ് നേരെ ജയിലിലേക്ക് വിട്ടത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഭണ്ഡാരിയുടെ ഒരു ജാമ്യം അപേക്ഷയിൽ ഒരു ഹർജി വന്നപ്പോൾ ആ ഹർജിയിലും കോടതി അന്വേഷണ സംഘത്തെ വിമർശിക്കുകയാണ്. അന്വേഷണ സംഘം ഇങ്ങനെ മെല്ലെപ്പോക്ക് നടത്തുന്നതുകൊണ്ട് അന്വേഷണ സംഘം കൃത്യസമയത്ത് കുറ്റപത്രം ഫയൽ ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതികൾക്ക് ജാമ്യം ലഭിക്കും. ജാമ്യം കൊടുത്തേ പറ്റൂ, കോടതിക്ക് ജാമ്യം നിഷേധിക്കാനാവില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഒരു മുരാരി ബാബു പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇനി കോച്ചിയും പുറത്തിറങ്ങും, കോച്ചിയെ കയറ്റിയവരും പുറത്തിറങ്ങും. ഈ കുറ്റപത്രം വൈകിച്ച് പ്രതികളെ സഹായിക്കുകയാണ് അന്വേഷണ സംഘം എന്ന അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ കൊണ്ട് മാത്രമാണ്. ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രത്യേക അന്വേഷണം അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഡിവിഷൻ ബെഞ്ചിനെ അന്വേഷണ സംഘം കബളിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് സിംഗിൾ ബെഞ്ചിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഇടപെടലുകൾ കൊണ്ട് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം, വിജയകുമാർ മുതൽ ഇങ്ങോട്ടുള്ള അറസ്റ്റുകൾ, ഭണ്ഡാരിയുടെ അറസ്റ്റ്, ഇതെല്ലാം സിംഗിൾ ബെഞ്ചിന്റെ വിമർശനത്തിൽ നിന്നുണ്ടായ അറസ്റ്റുകളാണ്. AP ശങ്കർദാസ് ജയിലിൽ പോയത്, ആശുപത്രിയിൽ കിടക്കുകയായിരുന്ന അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചത്, അതും സിംഗിൾ ബെഞ്ചിന്റെ ഇടപെടലാണ്. ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വീണ്ടും പറയുന്നു, കുറ്റപത്രം സമയബന്ധിതമായി ഫയൽ ചെയ്തില്ലെങ്കിൽ പ്രതികൾ പുറത്തിറക്കും, അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണെന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. രാജേഷ്, മറ്റൊരു പ്രധാന വിഷയം, ഈ ലഭിച്ച തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കുന്നത് വൈകുന്നത് കൊണ്ടാണ് കുറ്റപത്രം നൽകാൻ വൈകിയത് എന്നാണല്ലോ SIT കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അത് മുഖവിലേക്കെടുത്തില്ല എന്നാണോ? രാജേഷ്, പ്രത്യേക അന്വേഷണം കോടതിയെ കബളിപ്പിക്കുന്നുണ്ടോ എന്നുള്ള സംശയം. കാരണം അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു താൽക്കാലിക കുറ്റപത്രം, ഒരു പ്രാഥമിക കുറ്റപത്രമെങ്കിലും ഫയൽ ചെയ്തിട്ടാൽ കോടതിക്ക് പ്രതികൾക്ക് ജാമ്യം നൽകാതിരിക്കാം. സുപ്രീം കോടതി വരെ പോയിട്ടും അയ്യപ്പന്റെ മുതലി കെട്ടതല്ലേ അനുഭവിക്കൂ എന്ന് പറഞ്ഞ് വിട്ടിട്ടും ഒരു പ്രതി പുറത്തിറങ്ങി. ഇതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. എന്ത് അന്വേഷണ റിപ്പോർട്ട് വൈകുന്നുണ്ടെങ്കിലും പ്രാഥമികമായ ഒരു കുറ്റപത്രം ഫയൽ ചെയ്യുന്നതിന് തടസ്സമില്ല. അങ്ങനെ കുറ്റപത്രം ഫയൽ ചെയ്താൽ പ്രതികൾ പിന്നെയും ജയിലിൽ തുടരും. ഇല്ലെങ്കിൽ 90 ദിവസം അറസ്റ്റ്, 90 ദിവസം കഴിഞ്ഞ് ഓരോ പ്രതിയും പുറത്തേക്ക് ഇറങ്ങിപ്പോലും. ഇവർക്ക് കുറ്റം തെളിയിക്കാൻ SIT കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. രാഷ്ട്രീയമായി ഒരുപാട് വലിയ സ്വാധീന ശക്തിയുള്ള ആൾക്കാരാണ് അകത്ത് കിടക്കുന്നത്. ഒരു പാർട്ടി തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന അവസരം. ഈ അവസരത്തിലും കുറ്റപത്രം മനഃപൂർവ്വം വൈകിച്ച് കോടതിയെ കബളിപ്പിക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ കോടതിയുടെ സംശയം. അത് കോടതി പറഞ്ഞിരിക്കുന്നത് പൊതുജനത്തിന് ഇങ്ങനൊരു സംശയമുണ്ടോ എന്ന രീതിയിലാണ് മാത്രം. അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.